തിളങ്ങുന്ന ചില്ലും വിരൽത്തുമ്പിലെ മായയും. ഇതെന്താ ഒരു കറുത്ത കണ്ണാടി പോലെ? ചുട്ടു മൊബൈൽ സ്ക്രീനിൽ തൊട്ടുനോക്കി ചോദിച്ചു. ഇതാണ് മനുഷ്യരുടെ ലോകത്തെ അത്ഭുതപ്പെട്ടി. ഇതിനുള്ളിൽ ലോകം മുഴുവൻ ഉണ്ടെന്നാ കേട്ടിട്ടുള്ളത്. ക്രോക്കു പറഞ്ഞു. രണ്ടുപേരും കൂടി ആ ചില്ലിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. നല്ല മിനുസ്സുള്ള ചില്ല്. ചുട്ടുവിന് അതിന് മുകളിലൂടെ തെന്നി നടക്കാൻ നല്ല രസം തോന്നി. പെട്ടെന്ന് ആ ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. ഡിങ് എന്ന ശബ്ദത്തോടെ സ്ക്രീൻ ആകെ പ്രകാശിച്ചു. ക്രോക്കു ആവേശത്തോടെ സ്ക്രീനിൽ ഓടി നടന്നു. ക്രോക്കു ഓടുമ്പോഴെല്ലാം ഫോണിലെ ആപ്പുകൾ ഓരോന്നായി തുറന്നു വന്നു. പെട്ടെന്നൊരു ഗെയിം ആപ്പാണ് തുറന്നത് കേട്ടോ. അതിലൊരു കാർ റേസിംഗ് ഉണ്ടായിരുന്നു. ശബ്ദവും വെളിച്ചവും കണ്ട് ചുട്ടു സ്ക്രീനിലേക്ക് കയറി. ക്രോക്കു, നമുക്കിതിന്റെ മുകളിൽ ഓടിയാലോ? രണ്ടുപേരും കൂടി സ്ക്രീനിൽ ഓടാൻ തുടങ്ങിയപ്പോ ഫോണിലെ കാറുകളും അവർക്കൊപ്പം ഓടാൻ തുടങ്ങി. പക്ഷെ ക്രോക്കുവിന്റെ നിരീക്ഷണ ബുദ്ധി പെട്ടെന്ന് ഉണർന്നേ. ഫോൺ പതുക്കെ ചൂടാവാൻ തുടങ്ങിയിരുന്നു. ആ തിളക്കം നല്ലതാണെങ്കിലും അവർക്കുള്ള ഇടമല്ലാന്ന് അവർക്ക് തോന്നി. അപ്പോഴാ ഫോൺ പിന്നെയും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ബുർ ബുർ എന്ന് ഫോൺ വിറച്ചപ്പോ ചുട്ടുവിന് ബാലൻസ് കിട്ടാതെയായി. ചുട്ടു നിലവിളിച്ചു. ക്രോക്കു വേഗത്തിൽ ചുട്ടുവിനെ പിടിച്ച് ഫോണിന്റെ വശത്തുള്ള ബട്ടണിൽ ചവിട്ടി താഴേക്ക് ചാടി. അവര് താഴെ എത്തിയതും ഫോൺ വീണ്ടും നിശബ്ദായി. ആ ചില്ലിന്റെ മുകളിൽ ഇരിക്കുമ്പോ നല്ല രസായിരുന്നു. പക്ഷെ അത് അപകടമല്ലേ? ചുട്ടു ചോദിച്ചു. അതേ ചുട്ടു, തിളങ്ങുന്നതെല്ലാം പൊന്നല്ല. ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ ഫോൺ നല്ലതാണെങ്കിലും നമുക്ക് ജീവിക്കാൻ നമ്മുടെ സുരക്ഷിതമായ മൂലകൾ തന്നെയാ നല്ലത്. ക്രോക്കു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് അവർ ആ വെളിച്ചത്തോട് വിട പറഞ്ഞ് വീണ്ടും അടുക്കളയിലെ തങ്ങളുടെ സങ്കേതത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.